തകരാതെ, മതസൗഹാർദ്ദം തകരാതെ, നമ്മുടെ ഐക്യവും സ്നേഹവും തകരാതെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും മനുഷ്യരായി കണ്ട് ചേർത്തി നിർത്തി മുന്നോട്ട് പോയ പ്രസ്ഥാനത്തിൻ്റെ പേര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിൽ മുസ്ലിം സമുദായം വെല്ലുവിളി നേരിട്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 16-ാം നൂറ്റാണ്ടിൽ ഗാമയുടെയും പോർത്തുഗീസുകാരുടെയും നേതൃത്വത്തിൽ ഈ സമുദായത്തിൻ്റെ അസ്തിത്വം തകർത്തെറിയുവാൻ വേണ്ടി വൈദേശിക ശക്തികൾ നടത്തിയ ശ്രമമാണ്. രാഷ്ട്രീയമായും വിശ്വാസപരമായും സാംസ്കാരികമായും മുസ്ലിം സമുദായത്തെ തകർക്കുന്നതിന് വേണ്ടി വൈദേശിക ശക്തികൾ വളരെ പണിപ്പെട്ട് ശ്രമിച്ച ചരിത്രം നമുക്കറിയാം. മുസ്ലിം സമുദായത്തിൻ്റെയും മറ്റ് കേരളത്തിലെ ജനവിഭാഗങ്ങളുടെയും സാംസ്കാരിക തനിമ തകർക്കുവാനുള്ള ശ്രമം, അന്ന് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാരങ്ങളെ തകർക്കുവാനും ആ അധികാരങ്ങളിലേക്ക് അധിനിവേശം നടത്തുവാനുമുള്ള ശ്രമം പോർത്തുഗീസുകാരുടെയും ഗാമയുടെയും നേതൃത്വത്തിൽ നടന്നപ്പോൾ സാമൂതിരി രാജാക്കന്മാരും കുഞ്ഞാലി മരക്കാർ സഹോദരങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് വൈദേശിക അധിനിവേശ ശ്രമങ്ങളെ ചെറുത്ത സംഭവം നമുക്കറിയാം. അതോടൊപ്പം സാംസ്കാരിക അധിനിവേശത്തെ ചെറുക്കുന്നതിന് വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയും മഖ്ദൂം പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഫലപ്രദമായ ശ്രമങ്ങൾ നടന്നു. അതിനുശേഷം കേരളത്തിലെ മുസ്ലിമീങ്ങൾ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിട്ട സന്ദർഭമായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ വഹാബി പ്രസ്ഥാനത്തെ എടുത്ത് വീശിയ സന്ദർഭമായിരുന്നു അത്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സംസ്കാരവും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയ നിലപാടുകളും അതെല്ലാം തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ വൈദേശിക ശക്തികൾക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മുൻകാല അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ആത്മീയതയും സംസ്കാരവും തകർക്കുന്നതിന് വേണ്ടി, അവരുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആയുധമായിരുന്നു വഹാബിസം. 1920-കളിൽ വഹാബിസം, 1940-കളിൽ മൗദൂദിസം, അതിനുശേഷം തബ്ലീഗ് ജമാഅത്തിൻ്റെയും കള്ളത്തരീക്കത്തുകളുടെയും ആക്രമണങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ടൂളുകൾ ഉപയോഗപ്പെടുത്തി, ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തിൻ്റെ സമരവീര്യം തകർക്കുന്നതിന് വേണ്ടി, പോരാട്ടവീര്യം തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്. 1920-കളിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേരിട്ട, ഇന്ന് ഒരുപക്ഷെ പുതിയ തലമുറക്ക് അജ്ഞാതമായ, അറിവില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കേരളത്തിലെ മുസ്ലിമീങ്ങൾ രൂപപ്പെടുത്തിയ, മലയാളത്തിന് അക്ഷരങ്ങൾ വരുന്നതിന് മുമ്പ്, മലയാള ഭാഷ നമുക്ക് അക്ഷരങ്ങളിൽ വായിക്കാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ വൈജ്ഞാനികമായ നമ്മുടെ വ്യായാമങ്ങൾക്കും പഠന തപസ്സുകൾക്കും നാം ഉപയോഗപ്പെടുത്തിയ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ തനത് ഭാഷയായിരുന്നു അറബി ഭാഷ, അറബി മലയാളം ഭാഷ. അറബി മലയാള ഭാഷയിൽ നമുക്ക് സാഹിത്യങ്ങളുണ്ടായിരുന്നു, പോരാട്ട സാഹിത്യങ്ങളുണ്ടായിരുന്നു, സമരകാവ്യങ്ങളുണ്ടായിരുന്നു, സർഗസാഹിത്യങ്ങളുണ്ടായിരുന്നു, ഡിക്ഷണറികളുണ്ടായിരുന്നു, ഒട്ടേറെ ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഒരു ഭാഷക്കാവശ്യമായ എന്തെല്ലാം ചേരുവകളുണ്ടോ ആ ചേരുവകളെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ അറബി മലയാള ഭാഷ
ആ ഭാഷയും ആ ഭാഷയിലെ ഗ്രന്ഥങ്ങളും തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ സ്വൈരമായി ഭരിക്കാനൊക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വഹാബി മൗലവിമാരെ ഉപയോഗപ്പെടുത്തി അറബി മലയാളം ഭാഷ തകർത്തതിന്റെ ചരിത്രം CN അഹമ്മദ് മൗലവി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ. താൻ ഉൾപ്പെടെയുള്ള CN അഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള PK മുഹമ്മദ് മൗലവി പുളിക്കൽ, PK മുഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള മൗലവി സംഘത്തിന് ശമ്പളം പറ്റി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി അവരുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും അവരുടെ വായനക്കും ഉപയോഗപ്പെടുത്തിയിരുന്ന അറബി മലയാള ഭാഷയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫോർമുലയും പദ്ധതിയും, ആ പദ്ധതിയെക്കുറിച്ച് വിശദമായി CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഖേദപൂർവം അദ്ദേഹം അവസാനം പറയുന്ന കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വരുന്നതിന് മുമ്പ് ആ ആദർശ നിലപാടുകളിൽ നിലകൊണ്ടിരുന്ന കേരളത്തിലെ പണ്ഡിത സമൂഹവും ഭംഗിയായി, മനോഹരമായി, സമർത്ഥമായി ബ്രിട്ടീഷുകാരും ഞങ്ങളും ചേർന്നുകൊണ്ടുള്ള ആ കുടില പദ്ധതിയെ തകർത്തെറിഞ്ഞ കഥ CN അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒന്നാമത്തെ സംഭാവന, കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവരുടെ സാഹിത്യങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നതിന് വേണ്ടി, സാഹിത്യ രചനകൾ നടത്തുന്നതിന് വേണ്ടി, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിന് വേണ്ടി, മുഹിയുദ്ദീൻ മാല പാടുന്നതിന് വേണ്ടി, നഫീസത്ത് മാല പാടുന്നതിന് വേണ്ടി, മമ്പുറം മാല പാടുന്നതിന് വേണ്ടി അവരുപയോഗപ്പെടുത്തിയിരുന്ന അറബി മലയാളം ഭാഷയെ ബ്രിട്ടീഷുകാരും വഹാബികളും ചേർന്ന് നടത്തിയ തകർച്ചാശ്രമത്തിൽ നിന്ന്, അങ്ങനെയുള്ള ഒരു ഗൂഢപദ്ധതിയിൽ നിന്ന് ആ ഭാഷയെ രക്ഷപ്പെടുത്തി എന്നത് കേരളത്തിലെ മുസ്ലിം ഉലമാ, സുന്നി ഉലമാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിൽ CN അഹമ്മദ് മൗലവി പറയുന്നത് പോലെ അന്ന് നാം വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ, അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുഹിയുദ്ദീൻ മാല പാടുവാൻ, നഫീസത്ത് മാല പാടുവാൻ, അനേകം സാഹിത്യങ്ങളും കാവ്യങ്ങളും ചൊല്ലുവാനും പറയുവാനും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ച ഭാഷാ സുരക്ഷാ ദൗത്യത്തിന്റെ വിജയത്തിന്റെ ഫലമാണ് ഇന്ന് അറബി മലയാള സാഹിത്യങ്ങൾ വായിക്കാൻ കഴിയുന്ന ഒരു വലിയ തലമുറ നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഗൂഢമായ ആ ചതിയിൽ നിന്നും പദ്ധതിയിൽ നിന്നും മുസ്ലിം സമുദായത്തെ രക്ഷിച്ച് ആ സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ പണ്ട് കുട്ടികൾ വായിക്കുന്ന കഥയിൽ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർക്കൊന്നും നമ്മുടെ സമുദായത്തെ സ്വാധീനിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന മഴു, ആ മഴു കണ്ട് കാട്ടിലെ ചെറിയ മരങ്ങൾ കരഞ്ഞ കഥയുണ്ട് ബാലസാഹിത്യങ്ങളിൽ. ചെറിയ മരങ്ങൾ മഴു കണ്ട് കരയുമ്പോൾ വലിയ മരങ്ങൾ ചെറിയ മരങ്ങളെ സമാധാനിപ്പിച്ച കഥ. ആ മഴുവിന് നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പറഞ്ഞതുപോലെ ചന്തയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് മഴു വാങ്ങിപ്പോകുന്ന മരം വെട്ടുകാരൻ വീട്ടിലേക്ക് പോയി രണ്ടാമത്തെ ദിവസം ഒരു മരത്തിന്റെ കമ്പെടുത്ത് തായ ഫിറ്റ് ചെയ്ത് ഈ മഴുവിനൊരു പിടി ഫിറ്റ് ചെയ്ത് ആ തായയും തോളിൽ വെച്ചുകൊണ്ട് കാട്ടിലേക്ക് വന്നപ്പോൾ നേരത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച വലിയ മരങ്ങൾ വാവിട്ട് കരയാൻ തുടങ്ങി. ചെറിയ മരങ്ങൾ അല്പം പരിഹാസത്തോടെ ചോദിച്ചു, ഇന്നലെ അതേ മടുവല്ലേ ഇവിടെ വന്നത്? നിങ്ങളാരും കരഞ്ഞില്ല, ഞങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്തല്ലോ, ഇപ്പൊ നിങ്ങളെന്താണ് അതേ മടു കണ്ട് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വലിയ മരങ്ങളുടെ മറുപടി, മുറിയാനും നശിക്കാനും മരിക്കാനും സ്വയം തയ്യാറാവുക. ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വന്നതുപോലെയല്ല ഇന്ന് അവൻ വരുന്നത്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ അവന്റെ കൂടെ ചേർന്നിരിക്കുന്നു, ഒരു ഭാഗം അവന്റെ കൂടെ ചേർന്നിരിക്കുന്നു. മരത്തിന്റെ കമ്പിട്ട തായയിട്ട മഴുവുമായിട്ടാണ് അവൻ കാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് കാട് മുഴുവനും അടുത്ത നിമിഷത്തിൽ നശിക്കാൻ പോവുകയാണ് എന്ന് വലിയ മരങ്ങൾ ഭീഷണിപ്പെടുത്തിയ ഒരു കഥയുണ്ട് ബാലസാഹിത്യങ്ങളിൽ.
ഇതുപോലെ ബ്രിട്ടീഷുകാർക്കോ വൈദേശിക ശക്തികൾക്കോ സാമ്രാജ്യത്വ ശക്തികൾക്കോ രാഷ്ട്രീയമായോ സാംസ്കാരികമായോ വിശ്വാസപരമായോ ഒട്ടും സ്വാധീനിക്കാൻ പറ്റുന്ന സമുദായമായിരുന്നില്ല കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുസ്ലിമീങ്ങൾ. പക്ഷേ അവരെ തകർക്കാൻ അവർക്കിടയിൽ നിന്ന് ഒരു തായ കിട്ടിയാൽ, അവർക്കിടയിൽ നിന്നൊരു പിടി കിട്ടിയാൽ ആ പിടി ഉപയോഗപ്പെടുത്തി അതിനെ ടൂളാക്കി മാറ്റി ഈ സമുദായത്തിന്റെ വിശ്വാസം തകർക്കുവാൻ, ഈ സമുദായത്തിന്റെ സംസ്കാരം തകർക്കുവാൻ, ഈ സമുദായത്തിന്റെ രാഷ്ട്രീയം തകർക്കുവാൻ, ഈ സമുദായത്തിന്റെ പോരാട്ട വീര്യം തകർക്കുവാൻ, ഈ സമുദായത്തിന്റെ സമരവീര്യം തകർക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് നേതൃത്വം CN അഹമ്മദ് മൗലവി, PK മുഹമ്മദ് മൗലവി ഉൾപ്പെടെയുള്ള വഹാബി മൗലവി സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മതം പഠിച്ചിരുന്ന, അന്ന് വരെ മുസ്ലിമീങ്ങൾ മതം പഠിച്ചിരുന്ന അറബി മലയാള ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതി, മദ്രസയിലെ പാഠ്യപദ്ധതി അറബി മലയാളത്തിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റി. അങ്ങനെ മലയാളത്തിലൂടെ ശരിയായ മതം, ഏതാണ് ശരിയായ മതം? മുഹിയുദ്ദീൻ ശൈഖിനെ തള്ളി പറയുന്ന മതം, റിഫായി ശൈഖിനെ തള്ളി പറയുന്ന മതം, ആത്മീയ നേതാക്കളെ മുഴുവനും പുച്ഛിച്ച് പരിഹസിക്കുന്ന മതം, മുത്തുനബിയെ തള്ളിപ്പറയുന്ന പരിഹസിക്കുന്ന മതം, തൗഹീദിനെ പരിഹസിക്കുന്ന മതം, റിസാലത്തിനെ പരിഹസിക്കുന്ന മതം, ഇസ്ലാമിന്റെ മൊത്തം തത്വങ്ങളെയും സംസ്കാരങ്ങളെയും തകർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മതം മലയാളത്തിലൂടെ പഠിപ്പിക്കുവാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം? നമ്മുടെ സമരവീര്യം തകർക്കണം, നമ്മുടെ പോരാട്ട വീര്യം തകർക്കണം, മുസ്ലിമിന്റെ ആത്മീയത തകർക്കണം, അവന്റെ വിശ്വാസത്തിന്റെ തനിമ തകർക്കണം. അങ്ങനെ വിശ്വാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത, പാരമ്പര്യബോധമില്ലാത്ത, ചരിത്രബോധമില്ലാത്ത ഒരു സമുദായം ഷണ്ഡീകരിക്കപ്പെടും. ഷണ്ഡീകരിക്കപ്പെട്ട ഒരു സമുദായത്തെ കൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചെടുക്കുവാൻ, നമ്മുടെ രാഷ്ട്രീയ താല്പര്യങ്ങളെ സുരക്ഷിതമാക്കുവാൻ, നമ്മുടെ അധികാര താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷ് നേതൃത്വം മനസ്സിലാക്കി. അതിന്റെ ഫലമാണ് വഹാബിസം എന്ന് പറയുന്ന തീവ്രവാദി പ്രസ്ഥാനത്തെ അവരുടെ കമ്പനിയിൽ തന്നെ രൂപപ്പെടുത്തുകയും ആ കമ്പനിയിൽ രൂപപ്പെടുത്തിയ മൗലവിമാർക്ക് നീണ്ട താടിയും നീണ്ട ഡ്രസ്സും വെച്ചുകൊടുത്ത് മുസ്ലിം സമുദായത്തിലേക്ക് കടത്തിവിട്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുവാനും മുസ്ലിം സമുദായത്തിൽ ഛിദ്രത വളർത്തുവാനും അവരുടെ വിശ്വാസത്തെ തകർക്കുവാനും ബ്രിട്ടീഷുകാർ നടത്തിയ ഒന്നാമത്തെ ശ്രമത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തകർത്തു, മനോഹരമായി തകർത്തു. ആ കാലഘട്ടം മുതൽക്ക് ഇപ്പോൾ 100 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ 100 വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ സമുദായത്തിന്റെ വിശ്വാസത്തിന് കാവൽ നിൽക്കുന്ന, കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് കാവൽ നിൽക്കുന്ന, കേരളത്തിലെ മനുഷ്യ സൗഹൃദത്തിന് കാവൽ നിൽക്കുന്ന, കേരളത്തിലെ മതേതരത്വത്തിന് കാവൽ നിൽക്കുന്ന, കേരളത്തിലെ മനുഷ്യ സ്നേഹത്തിന് കാവൽ നിൽക്കുന്ന, കേരളത്തിലെ ബഹുസ്വരതയ്ക്ക് കാവൽ നിൽക്കുന്ന മഹാപ്രസ്ഥാനമായി നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്ക് കടക്കുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, വരാനിരിക്കുന്നത് സെന്റനറി വർഷമാണ്, നൂറ്റാണ്ടിന്റെ ആഘോഷത്തിന്റെ വർഷമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് വരുന്ന മാസങ്ങളിൽ സമ്മേളനത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ കാലയളവിൽ വിശദമായി നമുക്കത് പറയാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വഹാബിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് മൗദൂദിസത്തിൽ സുഹൃത്തുക്കളില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുത്തൻവാദികൾക്കിടയിൽ സുഹൃത്തുക്കളില്ല. ഈ സമുദായത്തിന്റെ അസ്തിത്വത്തെ തന്നെ തകർക്കുവാനും അതിന്റെ വിശ്വാസത്തെ തകർക്കുവാനും അതിന്റെ സംസ്കാരത്തെ തകർക്കുവാനും അതിന്റെ പാരമ്പര്യത്തെ തകർക്കുവാനും ഏതൊക്കെ കാലങ്ങളിൽ ഏതെല്ലാം ഛിദ്രശക്തികൾ ശ്രമിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ചെറുത്തു തോൽപ്പിക്കുകയും അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും മനുഷ്യത്വത്തെയും മനുഷ്യ സൗഹൃദത്തെയും മനുഷ്യന്റെ ഐക്യത്തെയും മനുഷ്യന്റെ സ്നേഹത്തെയും മനുഷ്യരുടെ ബഹുസ്വരതയെയും കേരളത്തിലെ ബഹുസ്വരതയും മതേതരത്വവും മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മറ്റേത് രാജ്യങ്ങളെക്കാളും
നിലനിൽക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ, കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും സൂഫി വര്യന്മാരും, കേരളത്തിലെ ഹൈന്ദവ സന്യാസിമാരും മുസ്ലിം സമുദായത്തിലെ സൂഫി വര്യന്മാരും, കേരളത്തിലെ ക്രൈസ്തവ പണ്ഡിതന്മാർ, ക്രൈസ്തവ നേതാക്കൾ, അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട്, മതത്തിന്റെ നേതാക്കൾ ചേർന്ന് നിന്നുകൊണ്ട്, അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതൃനിര ഒന്നിച്ചു നിന്നുകൊണ്ട് വർഗീയതയെ ഞങ്ങൾ ചെറുക്കും, മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെറുക്കും, ബഹുസ്വരതയെ ഞങ്ങൾ സംരക്ഷിക്കും, മതേതരത്വത്തിന് ഞങ്ങൾ കാവൽ നിൽക്കും എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് നമ്മുടെ കേരളത്തിലെ സമാധാനം, കേരളത്തിലെ സുരക്ഷിതത്വം. സഹോദരന്മാരെ, അതിനെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തിൽ തീവ്രവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സലഫി ധാരയാണ്. സലഫി ധാരയിൽ വഹാബിസമുണ്ട്, സലഫി ധാരയിൽ മൗദൂദിസമുണ്ട്, സലഫി ധാരയിൽ തബ്ലീഗ് ജമാഅത്തുണ്ട്, സലഫി ധാരയിൽ കള്ളത്തരീക്കത്തിന്റെ ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്? കഴിഞ്ഞൊരു 100 കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയ നേട്ടങ്ങൾ എന്തൊക്കെ? ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 100 വർഷം സർവാക്രമണങ്ങളിൽ നിന്നും, സർവ കടന്നുകയറ്റങ്ങളിൽ നിന്നും, സർവ അധിനിവേശങ്ങളിൽ നിന്നും മുസ്ലിം വിശ്വാസത്തെ, മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് കഴിഞ്ഞ 100 വർഷക്കാലം നിതാന്ത ജാഗ്രതയോടെ കാവൽ നിന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്, സുന്നി യുവജന പ്രസ്ഥാനം SYS, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം SSF. അങ്ങനെ നമ്മുടെ പ്രാസ്ഥാനിക കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന മനോഹരമായ ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള യാത്രക്ക് നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമ നമ്മുടെ സദസ്സിലേക്കും നമ്മുടെ സമ്മേളനത്തിലേക്കും വരുന്നു. നിങ്ങൾ ഈ കേരള യാത്രയെ മനോഹരമായി, ഹൃദ്യമായി, ഹാർദമായി സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാമിലരാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. കാമിലരാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. സുന്നിര സൗഹൃദ മന്ത്രമധൂതും കാന്തപുരം താരം ബന്ധുരനൂതന ചിന്തകളുള്ളൊരു ബദറു സമാനവര്. സുന്നിര സൗഹൃദ മന്ത്രമധൂതും കാന്തപുരം താരം ബന്ധുരനൂതന ചിന്തകളുള്ളൊരു ബദറു സമാനവര്. കാലം കഴിഞ്ഞൊരു താരകങ്ങൾ നിന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും കാലം കഴിഞ്ഞൊരു താരകങ്ങൾ നിന്നിരുന്നാലും കാതൽ നിറഞ്ഞ കലാമുകൾ നിറയെ പൊഴിച്ചാലും. സിന്ദാബാദ് സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ് 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 കേരള യാത്ര സിന്ദാബാദ്. കാമിലരാഗതമായി സുൽത്താനിത വരവായി സൗഹൃദമോദി മഹാൻ കാവലരായി ഭവാൻ. കരപുരളാത്തിരു കരവും നീട്ടി മനുഷ്യരെ ചേർക്കുന്നു. കരളുപകുത്തും കേരള മണ്ണിൽ സ്നേഹം